ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി 1 മാർക്ക് മുതൽ നിങ്ങൾക്ക് 4 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ 5 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ മൊത്തം 4 ചോദ്യങ്ങൾക്കായിരുന്നു നിങ്ങൾ ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ, റൈറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് എനി ടു. അതായത് നമ്മളോട് പറയാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്, അതിലേതിൻ്റെങ്കിലും 2 എണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഒന്ന് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്, രണ്ടാമത്തത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്, മൂന്നാമത്തത് ടെലിഫോൺ ഇൻ്റർവ്യൂ ആണ്. ഇങ്ങനെ മൊത്തം 3 മെത്തേഡാണ് ഉള്ളത്. ഇതിൽ ഓരോന്നിൻ്റെയും അപ്പോൾ ആദ്യം ഈ 3 മെത്തേഡിൻ്റെ പേര് എഴുതണം കേട്ടോ. പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, ടെലിഫോൺ ഇൻ്റർവ്യൂ എന്ന് നിങ്ങൾ എഴുതണം. അതെന്താണെന്നും കൂടി എഴുതിയാൽ നന്നായിരിക്കും. അത് എഴുതുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. പിന്നെ ഏതിൻ്റെങ്കിലും 2 എണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ നോക്കുകയാണെങ്കിൽ ഹൈ റെസ്പോൺസ് റേറ്റ് ആണ്, ഓഫർ ദ ഫെസിലിറ്റി ഓഫ് ആസ്കിങ് ഓൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ബെറ്റർ മെത്തേഡ് ഫോർ ഫ്രെയിമിംഗ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ക്ലാരിഫിക്കേഷൻ ഓഫ് ആംബിഗസ് ക്വസ്റ്റ്യൻസ് പോസിബിൾ ടു കളക്ട് സപ്ലിമെൻ്ററി ഇൻഫർമേഷൻ. ഇതൊക്കെയാണ് പേഴ്സണൽ ഇൻ്റർവ്യൂയുടെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി മെയിലിംഗ് ക്വസ്റ്റ്യനെയറിൻ്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആണ്, ഓൺലി മെത്തേഡ് ടു റീച്ച് റിമോട്ട് ഏരിയാസ്, ഡസ് നോട്ട് അലൗ ഇൻഫ്ലുവൻസിങ് റെസ്പോണ്ടൻസ്, മെയിൻറ്റെയിൻസ് അനോണിമിറ്റി ഓഫ് റെസ്പോണ്ടൻസ്, ബെസ്റ്റ് മെത്തേഡ് ഇൻ കേസ് ഓഫ് സെൻസിറ്റീവ് ക്വസ്റ്റ്യൻസ്, ഗിവ് എനഫ് ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 2 എണ്ണത്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ 2 എണ്ണത്തിൻ്റെത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാവും. ഇനി നിങ്ങൾക്ക് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലിഫോൺ ഇൻ്റർവ്യൂവിൻ്റെ എന്തെഴുതാം, മെറിറ്റ്സ് എഴുതാം. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, റിലേറ്റീവ്ലി ലെസ് ഇൻഫ്ലുവൻസ് ഓൺ റെസ്പോണ്ടൻസ്, ഫെസിലിറ്റേറ്റ്സ് ക്ലാരിഫിക്കേഷൻ ഓഫ് ഡൗട്ട്സ്, റിലേറ്റീവ്ലി ഹൈ റെസ്പോൺസ് റേറ്റ്, ക്യാൻ ബി കണ്ടക്റ്റഡ് ഇൻ എ ഷോർട്ടർ ടൈം. അപ്പോൾ ഇതൊക്കെ എഴുതുന്നതിലൂടെ നമ്മൾക്ക് 5 മാർക്കാണ് വളരെ ഈസി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതുക കേട്ടോ. ഇനിയുള്ള എക്സാംസൊക്കെ നല്ല രീതിയിൽ തന്നെ എഴുതുക. അപ്പോൾ 3 മെത്തേഡാണ് പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനുള്ളത്: പേഴ്സണൽ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, അതുപോലെ തന്നെ ടെലിഫോൺ ഇൻ്റർവ്യൂ. ഇത് ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ബൈ ടേക്കിംഗ് ക്ലാസ് ഇൻ്റർവെൽ ഓഫ് 10. ക്ലാസ് ഇൻ്റർവെൽ 10 എടുത്തിട്ട് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ സെറ്റ് ഒന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അടയാളപ്പെടുത്തിയാലും മതി. അതിനുശേഷം ക്ലാസ്, ടാലിമാർക്ക്, ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ ഒരു കോളം വരച്ച് കൃത്യമായി 10 ഇൻ്റർവെല്ലിൽ വരുന്ന രീതിയിൽ 100 to 110, 110 to 120, 120 to 130 ആ രീതിയിലേക്ക് ക്ലാസ്സസ് എഴുതുക. അങ്ങനെ അവസാനം 160 തൊട്ട് 170 വരെ ആയിരിക്കും നമുക്ക് ഫൈനൽ ക്ലാസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ക്ലാസ്, ഇതാണ് അവസാനത്തെ ക്ലാസ്. എന്നിട്ട് നമ്മൾ ടാലി മാർക്കിൽ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഓരോ ക്ലാസ്സിലും ഏതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ കൃത്യമായി ടാലി മാർക്കോട് കൂടി അടയാളപ്പെടുത്തി അതിലെത്രയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ 1 അല്ലേ വരുന്നുള്ളൂ, അപ്പോൾ അവിടെ 1, ഇവിടെ 1, ഇവിടെ 1, അങ്ങനെ മാർക്ക് ചെയ്ത് എഴുതുക. അങ്ങനെ അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് 35 ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ കറക്റ്റാണ്. അത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ സെറ്റ് മുഴുവനും ഒന്ന് എന്ത് ചെയ്താൽ മതി, കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 35 ആണ് കിട്ടുന്നത്. 35 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റാണ്. ക്ലിയർ അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാവണം. അടുത്ത എക്സാമിന് നല്ല രീതിയിൽ തന്നെ എഴുതുക. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ഷുവർ ക്വസ്റ്റ്യനാണ്. ഇതൊക്കെ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എക്സ്പ്ലെയിൻ ദ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ആ ചാപ്റ്ററിൽ തന്നെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പരീക്ഷയുടെ തലേ ദിവസം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയായിരുന്നു സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ മക്കളെ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ,
ദെൻ ഇൻഫർമേഷൻ ഓൺ ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചുമ്മാ എഴുതിയാൽ മാത്രം പോരാ കേട്ടോ, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ, ഓൺ ജോബ് ട്രെയിനിങ്. ക്ലിയർ അല്ലേ? അതൊക്കെയായിരുന്നു സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. പിന്നെ വന്നിരുന്നൊരു ക്വസ്റ്റ്യൻ ഒജീവ് വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒജീവ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യം നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ക്ലാസ് ഫ്രീക്വൻസി നല്ല രീതിയിൽ തന്നെ ഒന്ന് എടുത്തെഴുതുക നിങ്ങളുടെ ആൻസർ ഷീറ്റ്സിലേക്ക്, ക്ലാസ്സും ഫ്രീക്വൻസിയും. അതിനുശേഷം എന്ത് തയ്യാറാക്കണം? ലെസ് ദാൻ സീരീസ് തയ്യാറാക്കണം. അപ്പോൾ ലെസ് ദാൻ സീരീസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40, ലെസ് ദാൻ 50, ലെസ് ദാൻ 60. ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അതായത് നമുക്ക് തന്നിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടല്ലോ, എല്ലാ അപ്പർ ക്ലാസ്സും, ഈ അപ്പർ ക്ലാസ്സുകളുടെയൊക്കെ ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസികൾ ആഡ് ചെയ്യുക. ഇപ്പോൾ 4 + 6 10, 10 + 10, പിന്നെ 20, 20 + 5 25, 25 + 4 29 + 1 30. ഈ രീതിയിലായിരിക്കണം നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ലെസ് ദാൻ സീരീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നോ ലെസ് ദാൻ സീരീസ് എന്നോ എഴുതിയിട്ട് നമ്മൾ ഈ ഒരു കോളം കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ 4, 10, 20, 25, 29, 30 എന്നാണ് അത് കിട്ടിയത്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഫ്രീക്വൻസികൾ തൊട്ടടുത്തത് തമ്മിൽ ആഡ് ചെയ്തതാണ്. അത് ചെയ്താൽ പിന്നെ ലെസ് ദാൻ സീരീസ് ആണ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെ എഴുതുക? 0 or more, 10 or more, 20 or more, 30 or more, 40 or more, 50 or more. അതായത് ലോവർ ക്ലാസ്സിലെ എല്ലാ ലിമിറ്റുകളും എഴുതി ഓർമോർ കൊടുക്കാം. എന്നിട്ട് നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഇതിൽ 30 ആണ് ഫസ്റ്റത്തതിൽ ഫ്രീക്വൻസി ആയിട്ട് വരിക. ഓക്കെ, അതിനുശേഷം ഓരോ ഫ്രീക്വൻസി അതിൽ നിന്ന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ മോർ ദാൻ സീരീസുമായി. എന്നിട്ട് നമ്മളത് ഉപയോഗിച്ചിട്ട് എന്ത് തയ്യാറാക്കുക? ഒജായ്വ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒജായ്വ് വരയ്ക്കുന്ന സമയത്ത് ഈ കാണുന്നതാണ് എന്ത്? ലെസ് ദാൻ ഒജായ്വ്, ഈ കാണുന്നതാണ് മോർ ദാൻ ഒജായ്വ്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം കിട്ടുന്നത് 25 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ മെയിനായിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിന് എടുക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഇൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം. മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്സ്, റെയിൽവേ, വെയർഹൗസ്, ഗോഡൗൺ, കോൾഡ് സ്റ്റോറേജ് ആൻഡ് പ്രോസസ്സിംഗ്, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് avoid middlemen and bring substantial benefit to farmers, providing price supports, providing credit facilities at a lower interest rate. ഇതൊക്കെയാണ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. മോഡൽ എക്സാം, മാനുവൽ എക്സാം തകർത്തെഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.